ഇന്ന് നമ്മൾ പോകുന്നത് അലൈനിലെ തന്നെയുള്ള ഒരു അടിപൊളി ലേക്കിലോട്ടാണ് പോകുന്നത്. അൽ ഹയാർ ലേക്ക് പാർക്ക്. ഇത് അലൈനിലെ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അൽ ഹയാർ ലേക്ക് തീം പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അലൈൻ ദുബായ് റോഡിലാണ് കേട്ടോ ഈ പാർക്ക്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങും എൻട്രൻസും എല്ലാം ഫ്രീ ആണ്. പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഉള്ളിലോട്ട് നടക്കാനുണ്ട് കേട്ടോ ലേക്കിലേക്ക്. ഞങ്ങളിവിടെ എത്തിയത് ഒരു ഉച്ച ടൈമിലാണ്. ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ലേക്കും. ഒത്തിരി അരയന്നങ്ങളും കല്ലുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐസാനപ്പം അരയന്നത്തിനൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതിലോട്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഈ ലേക്കിൽ. നമ്മുടെ കൂടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അവർ കുട്ടികളൊക്കെ കൂടി അരയന്നങ്ങളും ലേക്കൊക്കെ കണ്ട് നടക്കാണ്. ഇവിടെ പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. ഓല കൊണ്ടൊക്കെയാണ് കേട്ടോ അവരിത് ഉണ്ടാക്കി വെച്ചേക്കണത്. ചിലതിൻ്റെ ഒക്കെ താഴെ മണ്ണ് തന്നെയാണ്. ചില ഹട്ടിൻ്റെ ഒക്കെ ഉള്ളിൽ അവർ മാറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയത് ഉച്ച ടൈമിലായതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഹട്ടും പിന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം തണലൊക്കെ ഉണ്ടായി. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ പാർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ലൈഡ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള പാർക്കാണ് ഇവിടെ ഉള്ളത്. കുട്ടികളപ്പോൾ പാർക്ക് കണ്ടപ്പോഴത്തേനും വേഗം കളിക്കാനായിട്ട് പോയി. അവർക്ക് ചൂട് വെയിലൊന്നുമില്ലല്ലോ, അവർക്ക് കളിച്ചാൽ മതി അവിടെ എത്തിയാലും. കുട്ടികൾ പിന്നെ പാർക്ക് കണ്ടതിന് ശേഷം നമ്മൾ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ അവിടെ കളിയായിരുന്നു. കൂടെ കളിക്കാൻ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കളിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഞാൻ ഓടി വേണ സ്വിന്നെടുത്തപ്പോൾ അവർക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇന്ന് കൊടുത്തു. ഈ വെള്ളം ഗീഗും ഷാനും ഐച്ചാനും സിംഗില് പോയി സൂപ്പർ പാട്ട്. പിന്നെ ഇവിടെ അവർ വാട്ടർഫോൾ പോലെയൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ലേക്കിൻ്റെയും വാട്ടർഫോളിൻ്റെയും ഇടയിലായിട്ട് അവരൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തൂക്കുപാലമൊക്കെ പോലെ ചെറിയൊരു ബ്രിഡ്ജ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവർക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും പിന്നെ ഫിഷും അരയന്നങ്ങളും ഒക്കെ കണ്ട കാരണം അവരിങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാണ്. വെയിലും ചൂടൊന്നും അവർക്കൊരു പ്രശ്നം തന്നെ അല്ലായിരുന്നു. പിന്നെ ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ കാറ്റും തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു രാത്രിയാണ് കുറച്ചും കൂടി തിരക്ക്. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമായപ്പോൾ അധികം വണ്ടികളും ആൾക്കാരൊക്കെ കൂടിയിരുന്നു.
രാത്രി നമുക്ക് ലൈറ്റൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ തന്നെ എല്ലാ ഹട്ടിലും ലൈറ്റും പിന്നെ സെൻറ്ററിലായിട്ട് കുറേ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നടന്ന് കാണാനുള്ളൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ അലയിലാണെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഈ സ്പോട്ട് കണ്ടെത്തിയത്. നമുക്കിവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാനോ കല്ലെടുത്ത് എറിയാൻ അങ്ങനത്തെ ഇതൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. പിന്നെ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ ഒന്നും ഇടരുത്. വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബാർബിക്യൂ ചെയ്യാനായിട്ട് ചാർക്കോൾ ഇടാനുള്ള ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഹട്ടിൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. ഇവിടെ ആകുമ്പോൾ ചെറിയ ടേബിളും പിന്നെ ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി ഇരുന്നു കേട്ടോ അന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചു. ഫുഡ് കഴിച്ച് സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ പാർക്കിൻ്റെ സൈഡിലുള്ള ഒരു ഹട്ടിലോട്ട് മാറിയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാൻ, നമുക്ക് അവരെ നോക്കാനും സുഖമാണല്ലോ. അപ്പോൾ ഫ്രീ ആകുമ്പോൾ എല്ലാവരും അലയിലുള്ള ഈ ലേക്കിലോട്ട് വരിക. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.